Hi everyone, this is me Casac Benjali. Welcome to my new video vlog. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിലേക്ക് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഫ്യൂച്ചറിൽ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ ബിക്കോസ് ദിസ് വീഡിയോ വിൽ ടീച്ച് യു ഹൗ ടു ഗെറ്റ് മോർ കസ്റ്റമർ ടു ദ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണത്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഗെറ്റ് മോർ കസ്റ്റമേഴ്സ്. Why we are spending a lot of amount to advertisement. എന്തിനു വേണ്ടിയിട്ടാണ്? Only one reason to attract more customer into business. അല്ലേ? നമ്മുടെ ബിസിനസ്സിലേക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ധാരാളം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട അഡ്വർടൈസ്മെന്റ് എല്ലാം ചെയ്യുന്നത്. സോ ദിസ് വീഡിയോ വിൽ ഗിവ് യു എ ക്ലിയർ പിക്ചർ ഹൗ ടു ഗെറ്റ് മോർ കസ്റ്റമേഴ്സ് ഇൻ യുവർ ബിസിനസ്. കാരണം എല്ലാ വർഷവും ഒരുവിധം ഓൺട്രപ്രനേഴ്സ് എല്ലാവരും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട്, ടി വി ആഡ്സിന് വേണ്ടിയിട്ട്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സോ ഒരുപാട് പണമൊന്നും ചിലവഴിക്കാതെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ബിസിനസ് ഏത് മേഖലയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, എവിടെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, എന്തിൽ ചെയ്യുന്നു എന്നുള്ളതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്കറ്റിന്റെ ടോട്ടൽ പോപ്പുലേഷൻ, അതിന്റെ എത്ര മാർക്കറ്റ് സ്പേസ് നിങ്ങൾ ഗ്രാബ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ മാർക്കറ്റ് സ്ട്രെങ്ത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഷോപ്പാണ്, ഒരു ബേക്കറി ഷോപ്പ് നടത്തുന്ന ആളാണ്, റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ ശരി, നിങ്ങൾ എത്ര ടോട്ടൽ മാർക്കറ്റ് സ്ട്രെങ്ത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം, ഒരു ദിവസം കസ്റ്റമേഴ്സ് വരുന്നത് എന്ന് യു ഹാവ് ടു അനലൈസ്. ജനറലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഒരു 10 ലക്ഷം ആളുള്ള ഒരു ബിസിനസ്സിലേക്ക്, ഒരു മാർക്കറ്റിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3% ആണ്. 3%. അതാണ് റെഗുലർ കസ്റ്റമർ. 3% കസ്റ്റമർ മാത്രമേ ഏതൊരു ബിസിനസ്സിനും, ഒരു ആവറേജ് ബിസിനസ് നടക്കുന്ന, ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള റെഗുലർ കസ്റ്റമർ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റ് ഷെയറിൻ്റെ 3% മാത്രമാണ്. അവരാണ് നമ്മൾ പറയുന്നത് ലോയൽ കസ്റ്റമർ. അവർക്ക് ഇനി നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിലും ശരി, മറ്റൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തിയിട്ടില്ലെങ്കിലും ശരി, ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ശരി, ദേ വിൽ കം ടു അവർ ബിസിനസ്, ദേ വിൽ എൻജോയ് അവർ സർവീസ് ഓർ ഫുഡ്, മീൻസ് വാട്ട് എവർ ദ പ്രോഡക്റ്റ് വി ആർ ഡെലിവറിങ്, വി ആർ സർവിങ്. അത് എന്താണെങ്കിലും ശരി, അവർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട സർവീസ് എല്ലാം കൊടുക്കും. പക്ഷേ ഇതിനപ്പുറത്ത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മാർക്കറ്റ് സ്പേസ് ഉണ്ട്. അതായത് 97% മാർക്കറ്റും ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്യാത്ത, അൺഎക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത, അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഹ്യൂജ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ ഉള്ള പിരമിഡ് ടൈപ്പുള്ള ഒരു ഡയഗ്രത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള 3%, അതിൻ്റെ ടോപ്പ് ഡയറക്ഷൻ, ടോപ്പ് പോയിന്റിലുള്ള 3% കസ്റ്റമറാണ് നമ്മുടെ റെഗുലർ കസ്റ്റമർ. അവരോട് നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട. അവർ നിങ്ങളെ എക്സ്പീരിയൻസ്ഡ് ആണ്, ദേ ആർ ലോയൽ കസ്റ്റമർ, ദേ വിൽ കം ടു യു റെഗുലർ ബേസിസ്. ഇതാണ് നമ്മുടെ നോർമൽ കസ്റ്റമർ. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഇവരെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബാക്കിയുള്ളൊരു 7% കസ്റ്റമേഴ്സ് ഉണ്ട്. 7% കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ കസ്റ്റമേഴ്സ് എന്ന് പറയാം. ആദ്യത്തെ 3% നമ്മൾ പറയുന്നത് എന്താണ്? ബൈ നൗ. They are ready to buy now. They come to you and buy now. ബാക്കിയുള്ള കസ്റ്റമർ എന്താണ്? ഓപ്പൺ കസ്റ്റമറാണ്. ഇവർ റെഡിയാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ റെഡിയാണ്. നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പലയിടത്തും അവർ വാങ്ങുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇഷ്ടമുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. പക്ഷേ സ്റ്റിൽ ദേ ഹാവ് സം കൺസേൺസ്. നിങ്ങളുടെ പ്രോഡക്റ്റിലോ നിങ്ങളുടെ സർവീസിലോ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാത്ത കുറച്ച് കൺസേൺസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ കം ടു യു. പക്ഷേ ആ കൺസേൺസ് അറിയണമെങ്കിൽ യു ഹാവ് ടു കണക്ട് വിത്ത് ദം. പലപ്പോഴും നിങ്ങളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തുമ്പോൾ, നിങ്ങളൊരു വലിയൊരു ഹ്യൂജ് പ്രൊമോഷൻ നടത്തുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഈ 7%. അതായത് നിങ്ങളുടെ നിലവിലുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് 3% ആകുമ്പോൾ അതിൻ്റെ ഇരട്ടിയേക്കാളും കൂടുതലാണ് 7%. അതിൽ നിന്നൊരു പോർഷൻ മാത്രമാണ് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുമ്പോഴോ, അനൗൺസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഫ്രീ കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ സ്ട്രാറ്റജി ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വരുന്നത്. ബിക്കോസ് ദേ ആർ റെഡി. റെഡിയാണ്. പക്ഷേ നിങ്ങളുടെ ചില കാര്യങ്ങളുടെ കൺസേൺസ്, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ചില ഏരിയാസ് മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 7% കസ്റ്റമേഴ്സിന് നീഡ്, അവരുടെ പ്രോബ്ലംസ്, അവരുടെ ഇമോഷണൽ നീഡ്, അവരുടെ ബൈയിങ് ഹാബിറ്റുകൾ, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഈ 7% ആളുകളെ വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം എന്താ? അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സർവീസ്, ദേ നീഡ് യുവർ സർവീസ്, ദേ ആർ ഓപ്പൺ ആൻഡ് ദേ റെഡി ടു ബൈ എനി മെറ്റീരിയൽ. നിങ്ങൾ ഫുഡ്
ഫുഡ് ചെയിൻ റെസ്റ്റോറൻറ്റ് ചെയിനുകളാണ് നടത്തുന്നതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ബേക്കറിയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പാണ്, വാട്ട് എവർ ദ ബിസിനസ്, നിങ്ങളൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്, മൊബൈൽ ഷോപ്പ് ആയിരിക്കാം, അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, നിങ്ങളൊരു മാനുഫാക്ചററാണ്, വാട്ട് എവർ യു ആർ ഇൻ, നിങ്ങൾ എന്താണെങ്കിലും ശരി, നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഈ 7% എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ റെഡി ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. ബട്ട് യു ഹാവ് ടു മീറ്റ് സം criteria or else you have to answer some of their questions. അവരുടെ ചില കൺസേൺസിന് നിങ്ങൾ പ്രോഡക്റ്റ് ആയിരിക്കും, പ്രൈസിന്റെ രീതിയിലായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം, കൺവേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ അട്രാക്ട് ദം. ഇനിയുള്ള ഒരു കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ്. നമുക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സ് 3% ആണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി പൊട്ടൻഷ്യൽ ഉള്ള ഹ്യൂജ് മാർക്കറ്റ് പ്ലേസ് ആണ് ഇനി പറയാൻ പോകുന്ന കസ്റ്റമർ. ഇവരുടെ ഈ 30% ആളുകൾ, ഇനി നമ്മൾ പറയാതെ നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന വലിയൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് 30% ആളുകൾ. ഈ 30% ആളുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതുവരെ നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിലേക്ക് വരണമെന്നതിനെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവർ റെഡിയാണ്, അവർക്ക് ബൈയിങ് കപ്പാസിറ്റി ഉണ്ട്, അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളാണ്, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസുമായിട്ട് കണക്റ്റഡ് ആണ്, എവ്രിതിങ് ഈസ് ഓക്കെ, എല്ലാം ഓക്കെ ആണ്. പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് അധികം അറിയില്ല, നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവർ നിങ്ങളുടെ ഷോപ്പിന് മുമ്പിലൂടെ പോകുന്നുണ്ടാകാം, പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് അവർക്ക് അറിയില്ല, അതിനകത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർ ബോധറല്ല, അതിനെക്കുറിച്ച് അവർ കൺസേൺ അല്ല. അവരുടെ നീഡിന് വേണ്ട ഒരു സാധനം അതിനകത്തുണ്ട്, അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട ഒരു സാധനം അതിനകത്തുണ്ട് എന്ന് അവർ ഇതുവരെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ദേ ആർ പാസിംഗ് ത്രൂ ദ മാർക്കറ്റ് ബട്ട് ദേ ആർ നോട്ട് കമ്മിങ് ടു യുവർ ബിസിനസ്. ഈ 30% ആളുകൾ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇനിയുള്ളത് ബാക്കിയുള്ളൊരു 30% ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഇങ്ങനൊരു സാധനത്തെക്കുറിച്ചും അവർക്കറിയില്ല. അവർ വേറെ ഏതോ ലോകത്ത്, വേറെ ഏതോ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുന്ന സാധനത്തെക്കുറിച്ച് അവർ ഒട്ടും കൺസേൺ അല്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളാണ് ഈ 30% ആളുകൾ. പക്ഷെ അവരെ നമുക്ക് പിടിക്കാം, അവരൊന്ന് ജസ്റ്റ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് ആവശ്യം വരും എന്നവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് കസ്റ്റമേഴ്സ് ആക്കി മാറ്റാനും അവരിലേക്കും സെയിൽസ് കൂട്ടാൻ പറ്റും. ബാക്കിയുള്ള ഏറ്റവും അവസാനമുള്ള 30% ആളുകൾ, അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം, പക്ഷെ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, നമ്മുടെ പ്രോഡക്റ്റിന് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല, നമ്മുടെ ഇൻഡസ്ട്രി ഇഷ്ടമല്ല, നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന രീതി ഇഷ്ടമല്ല, നമ്മുടെ സാധനങ്ങൾ ഒന്നും ഇഷ്ടമല്ല. അവരറിഞ്ഞോ അറിയാതെ നമ്മളെ ഇഷ്ടമല്ല, അത് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകൾ, ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആളുകൾ, ഇവിടെ എന്ത് ചെയ്യണം? ഈ കസ്റ്റമറിലേക്ക് നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യാൻ പോകരുത്. ഈ കസ്റ്റമർ നമ്മൾ ബോദർ ചെയ്യാനും പോകരുത്. Leave them, forget about them and focus on the remaining 70%. That 70% enough to grow your business. It's not just a growth, it's an exponential growth. ഈ 70% മതി. അപ്പോൾ ഈ 70%നെ നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുക്കാം, എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കേസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഓട്ടോമൊബൈൽ ഷോറൂം നടത്തുകയാണ്, ടൊയോട്ടയുടെയോ നിസാന്റെയോ അല്ലെങ്കിൽ മിസ്തുബിഷിയുടെയോ മാരുതിയുടെയോ ഏതെങ്കിലും ഹ്യുണ്ടായുടെ ഏതെങ്കിലും ഷോറൂം നടത്തുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ 3% ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഡൂയിങ് എനി ക്യാമ്പയിൻ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഓർ സ്ട്രാറ്റജി. പീപ്പിൾ ആർ കമ്മിങ് ടു യുവർ ഷോറൂം. അവർ നിങ്ങളുടെ ഷോറൂമിലേക്ക് വരുന്നു, അവർ നിങ്ങളുടെ ഷോറൂമിൽ വന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നു. ഒരു പക്ഷേ അവർക്ക് പ്ലാൻ ഉണ്ടാകും, എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, 4 lakhs ആണ്, 5 lakhs ആണ്, എനിക്ക് ഹ്യുണ്ടായുടെ ഷോറൂം, എനിക്ക് സാൻഡ്രോ വേണം, അല്ലെങ്കിൽ എനിക്ക് യാരിസ് വേണം, എനിക്ക് കൊറോള ആൾട്ടീസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ക്യാംറി അറിയണം, എനിക്ക് നിസാൻ സണ്ണിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രെറ്റയാണ് എൻ്റെ പ്രിഫറൻസ്, അല്ലെങ്കിൽ ടൊയോട്ട നെക്സൺ ആണ് എൻ്റെ പ്രിഫറൻസ്, അല്ലെങ്കിൽ ഇന്നോവയാണ്, എൻ്റെ ഫോർച്യൂണറാണ്. സോ ദേ ഹാവ് എ പ്ലാൻ. ഇതാണ് എൻ്റെ പ്രിഫറൻസ്, ഇതാണ് എൻ്റെ ബഡ്ജറ്റ്, ഗിവ് മീ സംതിങ് ആൻഡ് ഷോ മീ സംതിങ്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 3% ആളുകൾ. നിങ്ങളൊരു എഫേർട്ട് എടുത്തില്ല, ദേ ആർ കമ്മിങ് ടു ഈ കസ്റ്റമറാണ്. ഇനി നമുക്ക് പിടിക്കാനുള്ളത്, ഇവരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇവരെ നമ്മുടെ പോക്കറ്റിലുള്ള ആളുകളാണ്, ദേ വിൽ കം ടു അസ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 7% ആളുകളാണ്. ഈ 7% ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഓപ്പൺ മാർക്കറ്റാണ്. അവർക്കൊരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ട്, അവർക്കൊരു ഡ്രീം ഉണ്ട്, പ്ലാൻ, ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാൻ ഉണ്ട്. അവരൊരു പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടാണ് വാങ്ങാനുള്ളത്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്, എനിക്ക് വാങ്ങണം, എനിക്കിപ്പോൾ ബൈക്കാണ്, കുട്ടികളൊക്കെ 2 കുട്ടികളായി, ഇനിയിപ്പോൾ ബൈക്കിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്രിട്ടിക്കൽ. മാത്രമല്ല എല്ലാവർക്കും ഹെൽമെറ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലോജിക്കൽ. മാത്രമല്ല അതിനകത്ത് റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാർ വാങ്ങിക്കണം, ചെറിയൊരു കാര്യം ശരിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോൺ ശരിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ വരികയാണെങ്കിൽ, ഓണം വരുന്നുണ്ട്, ഓണം വരുമ്പോൾ ഓഫർ ഉണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. എനിവേ
they have a plan to buy maybe after 6 months ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അവരെ അങ്ങനെയുള്ള കസ്റ്റമർ വലിയൊരു പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് വാങ്ങാനുള്ള അർജൻസി ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഡിമാൻഡ് എന്താണ്, അവർ എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്, അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അവർ പ്ലാൻ ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യുക. ആസ്ക് ദം ക്വസ്റ്റ്യൻ. കാരണം ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ പ്രോഡക്റ്റ് മോർ, ആസ്ക് ക്വസ്റ്റ്യൻസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഓൺട്രപ്രനർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ദ ക്യാപ്പബിലിറ്റി ആൻഡ് എബിലിറ്റി ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ. കുറേ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതല്ല സെയിൽസ്മാൻ ചെയ്യേണ്ടത്. ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ലിസൺ ദം, അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോബ്ലം ആൻഡ് പെയിൻ. അവരുടെ പ്രോബ്ലംസും പെയിനും മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ബിക്കോസ് കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടും 6 months ഹോൾഡ് ചെയ്യണമെങ്കിൽ ദേ ഹാവ് സം പെയിൻ. ആ പെയിനും നിങ്ങളുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. അവരെ ഇപ്പം ലിക്വിഡ് ക്യാഷ് ഇല്ല, വാട്ട് ടു ഡു? ഡു ഹാവ് എനി പ്ലാൻ ഫോർ 0% EMI ഉണ്ടോ? അല്ലെങ്കിൽ 0 EMI നിങ്ങൾക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? മേക്ക് സം സ്ട്രാറ്റജി. ഗിവ് നൗ, സ്ട്രാറ്റജി ടു ബൈ നൗ. അവർ ഇന്ന് വാങ്ങിക്കാനുള്ള ഡിസയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ഈസി. അവരുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചെറിയൊരു പെയിൻ പോയിന്റിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദേ വിൽ ബൈ നൗ, അണ്ടർസ്റ്റാൻഡ് ദെയർ ഇഷ്യൂസ് ആൻഡ് സെൽ ദ പ്രോഡക്റ്റ് നൗ. പിന്നെയോ ബാക്കിയുള്ള 30% എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ കുറിച്ചൊന്നും അവർ പ്ലാൻ ചെയ്തിട്ടില്ല. നിലവിൽ അവർക്ക് പ്ലാൻ ഒന്നുമില്ല, പക്ഷെ അവർ വാങ്ങിക്കും. എങ്ങനെ? നമ്മൾ ആദ്യം പറഞ്ഞ 30% ആണ്. എങ്ങനെ? നിലവിൽ പ്ലാൻ ഇല്ല, അവർ ഓൾറെഡി ഒരു കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർ ഓൾറെഡി മറ്റൊരു കാറിലൂടെ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, പക്ഷെ അവർക്ക് പ്ലാൻ ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ വണ്ടി ഉപയോഗിക്കുന്നു, അവർക്ക് നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നു. നിങ്ങളതിൽ പുതിയൊരു സ്കീമുണ്ട്, എക്സ്ചേഞ്ച് ഓഫർ. ഇഫ് യു ആർ ഡ്രൈവിംഗ് ദിസ് കാർ, ബ്രിങ് യുവർ കാർ. നിങ്ങളുടെ കാറ് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും, ഞങ്ങൾ എന്ത് ചെയ്യാം, അതിന് നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് വരും. മാർക്കറ്റിൽ കിട്ടാത്ത അഡീഷണൽ ആയിട്ട് 25,000 അല്ലെങ്കിൽ 50,000 ഞങ്ങൾ എക്സ്ട്രാ തരാം. എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്കതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാം. അതായത് അവർക്ക് നിലവിൽ പ്ലാൻ ഇല്ല, അവരെ ചിന്തിച്ചിട്ടില്ല, പക്ഷെ അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന റീസൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 30% എന്ന് പറയുന്ന ഹ്യൂജ് മാർക്കറ്റ്, ഇതാണ് പലപ്പോഴും നമ്മൾ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പലപ്പോഴും കിട്ടുന്നത്. ഇതുവരെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിനപ്പുറത്തുള്ള ബാക്കിയുള്ള 30%-നെ സംബന്ധിച്ചിടത്തോളം അവർ കാറിനെ കുറിച്ച് അറിയില്ല. ദേ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ട്. ഓൾറെഡി എന്താണ് 30% അവർ നോ പ്ലാൻ. അവർക്ക് കാർ വാങ്ങിക്കാനൊരു പ്ലാൻ ഇല്ല. അവർ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ രാവിലെ ബസ്സിൽ പോകുന്നു, വൈകുന്നേരം പോകുന്നു. അവരെ സംബന്ധിച്ച് എന്തൊരു സുഖമാണ്. ബസ്സിൽ കയറുന്നു, ഇരിക്കുന്നു, കിടന്നിറങ്ങുന്നു, ഓഫീസിലെത്തുന്നു, പിന്നെ അവിടുന്ന് തിരിച്ച് കയറുന്നു. കുറച്ച് സമയം ലേറ്റ് ആകും, പക്ഷേ എന്നിരുന്നാലും ഇതല്ലേ സുഖം. പാർക്കിംഗ് ഇല്ല, അങ്ങനെ അവർ ഓൾറെഡി കൺവിൻസ്ഡ് ആണ് നിലവിലെ അവസ്ഥയിൽ. അവർ ഓൾറെഡി സെറ്റാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. അവർ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ 100% ഓക്കെയാണ്. അവർ കാർ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിൽ അവർ ഓക്കെയാണ്, അല്ലെങ്കിൽ അവർ നിലവിലുള്ള കാർ ഓടിക്കുന്നതിൽ അവർ ഓക്കെയാണ്. അതിൻ്റെ പ്രോബ്ലത്തിൽ ഒന്നും അവർക്കൊരു കുഴപ്പമില്ല. അവരതിൽ കംഫർട്ടബിളായി നിൽക്കുന്ന ഒരാളുകളാണ്. എന്ത് ചെയ്യും? അവരിൽ പെയിൻ ഉണ്ട്. ആ പെയിൻ അവർ കണ്ടെത്തിയിട്ടില്ല. അവരുടെ ഉള്ളിലുള്ള പെയിനിനെ അവർ കണ്ടെത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് അവർ ചെലവ് ചുരുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പോകുന്നതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി, ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നമാണ് എന്ത്? ഭാര്യയും മക്കളെ കൂട്ടിയിട്ട് വണ്ടിയിലേക്ക് ഇരുത്തി ഒരു ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ട് പോകണം, അല്ലെങ്കിൽ നല്ല ഒരു എയർ കണ്ടീഷൻ AC കേട്ടിട്ട് ഓഫീസിലേക്ക് പോകണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് സോഷ്യൽ ലൈഫിൽ. പക്ഷെ അതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ല, കാരണം കംഫർട്ടബിൾ ലൈഫിലാണ് പോകുന്നത്. ഈ ഒരു പെയിനിന്, അയാളുടെ ലൈഫിൽ അയാളുടെ സ്വപ്നം എന്ന് പറയുന്ന ഈ സാധനത്തെ അയാളുടെ ഒരു പെയിനിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇമോഷണൽ പിക്ചറിങ്ങിലൂടെ അയാളെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ they will buy. ഓക്കെ, ശരിയാണ്. പിന്നെ അയാളുടെ കൺസേൺ എന്താണ്? ആദ്യം അയാളിൽ നീഡ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയാളുടെ പെയിനിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നീഡ് ക്രിയേറ്റ് ചെയ്യണം. നീഡ് ക്രിയേറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് സം മോർ ക്വസ്റ്റ്യൻസ്. എങ്ങനെ എനിക്കിത് വാങ്ങാൻ പറ്റും? എൻ്റെ കയ്യിൽ ഫിനാൻസ് ഉണ്ടോ? എൻ്റെ കയ്യിൽ അതിൻ്റെ പണമുണ്ടോ? സോ ഇഫ് യു ഹാവ് എ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി പ്ലാൻ ടു ഗ്രാബ് ദ എൻറ്റയർ മാർക്കറ്റ്, then it is easy to grab the 70% മാർക്കറ്റ്. പിന്നെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, മറ്റൊരു 30% ആളുകളുണ്ട്. അവർക്ക് നിങ്ങളുടെ ബ്രാൻഡേ ഇഷ്ടമല്ല. എനിക്ക് ആ കാറ് വേണ്ട, എനിക്ക് ആ ബ്രാൻഡ് വേണ്ട, എനിക്ക് ആ സാധനമേ വേണ്ട, എനിക്ക് വേണ്ട.
അങ്ങനെ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഗെറ്റ് ഔട്ട് ഓഫ് ദം. ഫോക്കസ് ഓൺ യുവർ റിമൈനിങ് 70%. നിങ്ങൾക്ക് കിട്ടാത്ത 30% ആളുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കേണ്ട. കിട്ടാൻ സാധ്യതയുള്ള ബാക്കിയുള്ള 30% ഫോക്കസ് ചെയ്യുക. അവർക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക. കസ്റ്റമർ കാർ വാങ്ങിക്കാത്ത ആളുകൾ, ഒരിക്കലും മുമ്പ് നമ്മൾ ആഫ്രിക്കയിലേക്ക് ചെരുപ്പ് വിൽക്കാൻ പോയ കഥ എപ്പോഴും പറയാറുണ്ടല്ലേ. 2 ആളുകൾ പോയി, ഒരാൾ പോയിട്ട് അവിടെ പറഞ്ഞു ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, ഡോണ്ട് ബ്രിങ് എനിത്തിങ് ടു ഹിയർ. പിന്നെയോ രണ്ടാമത് ഒരാൾ ചെന്നു, അവിടെ പോയപ്പോൾ ഒരുപാട് ആരും ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു യെസ് സെൻഡ് മീ 2 ഷിപ്പ്, അതായത് 2 ഷിപ്പ് നിറച്ച് കപ്പൽ ചെരുപ്പ് ഇങ്ങോട്ട് അയക്കുക. കാരണം എന്താ, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല. ജസ്റ്റ് കൺവിൻസ് ചെയ്താൽ മതി. അവരനുഭവിക്കുന്ന പെയിനിനെ, അവരനുഭവിക്കുന്ന ചെരുപ്പിടാത്തത് മൂലമുള്ള അവരുടെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്താൽ മതി. They will buy. That's all. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരണമെങ്കിൽ ഐഡന്റിഫൈ ദ പീപ്പിൾ പ്രോബ്ലം. ഈവൻ ദോ ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദെയർ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ, ഐഡന്റിഫൈ ദെയർ പെയിൻ ഫോർ ദം. അവർ പോലും കണ്ടെത്താത്ത അവരുടെ പെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു കൺവിൻസ് ആൻഡ് യു ക്യാൻ സെൽ ആൻഡ് യു ക്യാൻ അട്രാക്ട് മോർ കസ്റ്റമർ ഇൻ ടു യുവർ ബിസിനസ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ, കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ, ഒരു വിന്നിങ് സെയിൽസ് ടീമിനെ ഉണ്ടാക്കാനും, നിങ്ങളുടെ സെയിൽസ് ടീമിനെ സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് ടീമാക്കി, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വിന്നിങ് ടീമാക്കിയിട്ട്, നല്ല ഐക്യമുള്ള, നല്ല സ്പിരിറ്റുള്ള, നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ വളർത്തുന്ന മൈൻഡ് സെറ്റുള്ള ആളുകളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൂടെ, കോർപ്പറേറ്റ് ട്രെയിനിങ് സ്ട്രാറ്റജിയിലൂടെ അവരുടെ മൈൻഡ് സെറ്റിനെ തന്നെ മാറ്റി നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ട് ആകുന്ന, ഏറ്റവും കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളുകളാക്കി മാറ്റി. നിങ്ങളുടെ ലോസ് മേക്കിംഗ് കമ്പനി ആണെങ്കിലും ശരി, വി ക്യാൻ ഹെൽപ്പ് യുവർ കമ്പനി ടു മേക്ക് എ പ്രോഫിറ്റബിൾ കമ്പനി. നിങ്ങളുടെ കമ്പനി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺട്രപ്രണർ ആണെങ്കിൽ, ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, എങ്ങനെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യും, എങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യും, എങ്ങനെ ഒരു ബ്ലൂ ഓഷൻ ക്രിയേറ്റ് ചെയ്യും, കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റിൽ എങ്ങനെ പുതിയ വാല്യൂ ഇന്നോവേഷൻസ് കൊണ്ടുവരാം, എങ്ങനെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യും, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യും, ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യും, ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യും, ഇങ്ങനെ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് എങ്ങനെ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യും, ബ്രാൻഡ് വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ബ്രാൻഡ് ഇക്വിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് മാർക്കറ്റിൽ, ഒരു ബ്രാൻഡ് വൈറൽ, ഗൊറില്ല മാർക്കറ്റിംഗ് എങ്ങനെ യൂസ് ചെയ്യും, ഇങ്ങനെ പല ബിസിനസ്സിനെ കുറിച്ച് പറയുന്ന A to Z. നിങ്ങളുടെ ബിസിനസ്സിനെ ഏത് സെഗ്മെന്റ് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പരിശീലന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കിടന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചുള്ള, ലൈഫ് സക്സസിനെ കുറിച്ചുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ഓൺട്രപ്രണർഷിപ്പ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കിടയിലെല്ലാം ഷെയർ ചെയ്യുക. ഞാൻ കസാക് ബെഞ്ചാലി. നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക്, ഇനിയും നൽകാൻ പോകുന്ന പിന്തുണയ്ക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി.